ഇത് 3 സുഹൃത്തുക്കളുടെ കഥയാണ്. 3 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന 3 ചെറുപ്പക്കാരുടെ കഥ. ഫൈസൽ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ. ആളിപ്പോൾ 5 അക്ക ശമ്പളം വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. +2 കാലത്തിൽ തൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളെ കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ. ഒരു 10 മിനിറ്റ് ഞാൻ എത്തിയേക്കാം. 10 മിനിറ്റാ? ആ ഓക്കെ. അബി ആളൊരു യൂട്യൂബറൊക്കെയാണ്. തൻ്റെ വീഡിയോയിൽ എന്നെങ്കിലും 1 മില്യൺ വ്യൂ കിട്ടുമെന്ന പ്രതീക്ഷയോടെ 150 സബ്സ്ക്രൈബറുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. പ്രേക്ഷകർ പറയുന്ന എന്ത് ഉടായ്പ് കാണിക്കാനും ആൾക്കൊരു മടിയുമില്ല. ഒരു കിലോ കടുകെണ്ണലാണ് ആളിൻ്റെ വൈറൽ വീഡിയോ. ആളിപ്പോൾ PSCയും നോക്കുന്നുണ്ട്. സർക്കാർ ജോലി കിട്ടിയാൽ എങ്ങനെയെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിക്കലാണ് ആളിൻ്റെ ലക്ഷ്യം. എടാ, നീ ഇപ്പം വലിയ സെറ്റപ്പ് ആയെന്നൊക്കെ അറിഞ്ഞല്ലോ. എന്താണ് പരിപാടി? ഞാൻ ജൂനിയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് ബാംഗ്ലൂർ കമ്പനി ജോയിൻ ചെയ്ത് 3-4 മാസമായി. അങ്ങനെ ഉണ്ട്. എൻ്റെ യൂട്യൂബ് എന്ത്? യൂട്യൂബിൽ എനിക്കിപ്പോൾ ഒരു 240 സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ മോനെ ഗ്രോത്ത് ആണല്ലോ. യൂട്യൂബ് വരുമാനമെല്ലാം വന്നു തുടങ്ങിയാ. എൻ്റെ അടുത്ത വീഡിയോ എന്താണ്? അടുത്ത വീഡിയോയിൽ എനിക്ക് 1 കിലോ അരിയിൽ എത്ര അരിമണി ഉണ്ടെന്ന് അറിയണം. അതിലെ ഒരു 1 മില്യൺ എങ്കിലും ഞാൻ അടി. അത് കുഴപ്പമില്ല. ഞാൻ അപ്പോഴെൻ്റെ പറഞ്ഞാണ് ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ. പ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്താ കാര്യം? അതിന് വന്നാൽ ഇപ്പോൾ ഒരു 10-15 ഒക്കെയല്ലേ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു PSC ഒക്കെ എഴുതി സെറ്റായി സർക്കാർ ജോലിയൊക്കെ ഒരു 10-40 മേടിച്ച് ഒരു സർക്കാർ ജോലിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഒരു പെണ്ണായി കിട്ടത്തുള്ളൂ. ഞാൻ ഒരു സെറ്റപ്പിൽ അങ്ങ് പോകാനായിരുന്നു. അങ്ങനെ ആണെങ്കിൽ എനിക്കിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു 50,000 കിട്ടുന്നുണ്ട്. 50,000 കിട്ടുന്നുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ. പിന്നെ ഇത് ഹൈ ഇൻകം സ്കില്ലാണ്. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് നല്ല ഹൈക്ക് വരും. സർക്കാർ ജോലി മാത്രമല്ല. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ പോവാം. ഓക്കെ. അവന് വരാൻ വൈകുന്നേരോ 5-6 മണിക്ക് സമയം. 6 മണി? ഓ, അപ്പത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം. ഹരി കേരളത്തിലെ എല്ലാ സാധാരണ ചെറുപ്പക്കാരെ പോലെയും സപ്ലിയും അടിച്ച് ജോലിയുമില്ലാതെ നടക്കുന്ന ഒരു സാധാരണക്കാരൻ. വീട്ടുകാരുടെ താല്പര്യത്തിന് വഴങ്ങി ബിടെക്കും എടുത്ത് സപ്ലിയും അടിച്ച് നടക്കുന്നു. പ്രേമനൈരാശ്യവും ഒരു കാരണമാണ്. പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ആൾക്ക് ഇപ്പോഴും ഒരു ജോലി സെറ്റായിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന ജോലി ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്നു. അരി
വിളിച്ചാലും കിട്ടൂല, മെസ്സേജ് ചെയ്യാനും കിട്ടില്ല. നീ ഇപ്പോൾ എവിടെ? നീയിപ്പം ബാംഗ്ലൂരൊക്കെ ഭയങ്കര സെറ്റപ്പ് അല്ലേ, അതുകൊണ്ട് വിളിക്കാത്ത വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്താ ബിസിയാന്ന് വെച്ചിട്ടാ? എൻ്റെ പിന്നെ സപ്ലൈ എല്ലാം എങ്ങനെയാണ് ഇപ്പോൾ? അതൊക്കെ പോട്ടെ, നീ നിന്റെ കാര്യം പറ. ഹരി, നീ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് അപ്പോൾ? പ്ലാനായിട്ടൊന്നും ഇല്ലടാ. ഡിഗ്രി ഉള്ള ഇവന് ജോലി കിട്ടില്ല, പിന്നെയാണ് സപ്ലൈ അടിച്ച് കിടക്കണേ എനിക്ക്. സപ്ലൈ എടാ, അതിനെ കമ്പനി ഇപ്പോൾ ഡിഗ്രിയോ നീ എടുത്ത സ്ട്രീമോ എല്ലാം നോക്കണേ. അവർക്ക് വേണ്ടിയുള്ള സ്കില്ല് നിനക്കുണ്ടാവും, അതാ വേണ്ടത്. ഇപ്പം ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവർ ഓൺലൈനും ഓഫ്ലൈനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എടുക്ക്. എടാ, ഓൺലൈനൊക്കെ ഞാൻ ഒരുപാട് നോക്കിയതാ, എന്നിട്ട് അതൊന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഓഫ്ലൈൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ടേ, എനിക്ക് വയ്യ പഴയതുപോലെ ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കാനും. അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ പ്രായം നോക്കിയാണ്, ഇനി പഠിക്കുന്ന പ്രായമാണോ? അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ഒരുപാട് പൈസയൊക്കെ വേണ്ടേടാ. എനിക്ക് വയ്യടാ ഇനി പഠിക്കാൻ. അങ്ങനെ പറയല്ലേ. അപ്പം ആ ഫോൺ ഒരു മിനിറ്റ് തന്നെ. നിൻ്റെ ഫോണോ? എൻ്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്തു റൂമിൽ. തായോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എടാ അബി ഹരി നോക്ക്, നിങ്ങളിത് കണ്ട, ഇത് ഞാൻ പഠിച്ചനുസരിച്ച് പ്രോട്ടോടൈപ്പിലെ പ്ലേസ്മെൻറ്റ് ഫീഡാണ്. ഇത് നീ നോക്ക്. ഇതിൽ പ്ലസ് ടുവിന് വന്നവരുണ്ട്, കരിയർ ഗ്യാപ്പ് വന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഈ ഫീൽഡുമായിട്ട് യാതൊരു പരിചയമില്ലാതെ ഇതിലോട്ട് വന്നവരുണ്ട്. ബേസിക്കലി ബ്രോക്യാം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നീ 7 to 8 months ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സക്സസ് ആവാൻ പറ്റിയൊരു ടൂളാണ്. അപ്പോൾ നീ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എടാ ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേടാ. എൻ്റെ പൈസയൊന്നും ഇല്ല. പൈസ ഇല്ലാത്തതിനെ കൊണ്ടൊരു വിഷയമില്ല. ഇപ്പം ഞാൻ പ്ലേസ്ഡ് ആയപ്പോൾ എന്താ എനിക്കൊന്ന് വെച്ചാൽ, ഞാൻ പ്ലേസ്ഡ് ആയിട്ടാണ് എനിക്ക് എൻ്റെ സാലറിയിൽ നിന്നൊരു വിഹിതം ഇവരൊരു ടോട്ടൽ കോഴ്സ് ആവണവരെ അടച്ചുകൊണ്ടിരുന്നത്. പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എന്ന എൻ്റെ പേര്. അതായത് ഇപ്പോൾ സപ്പോസ് ഹരി വന്നിട്ട് പ്ലേസ്ഡ് ആകുമ്പോൾ ഹരിയുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഇത്രയും തുക അവരൊരു ടോട്ടൽ കോഴ്സ് ആവണവരെ അവരെടുക്കും. അപ്പോൾ നമ്മൾ ജോലി കിട്ടിയിട്ട് കൊടുത്താൽ കൊടുത്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കുകയോ വേണ്ട, ക്യാഷിൻ്റെ കാര്യം എടുത്തിട്ട്. പക്ഷേ ഞാൻ കുറേയൊക്കെ നോക്കിയടാ, കുറച്ച് യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് കുറേ നെഗറ്റീവൊക്കെ വരുന്നുണ്ടല്ലോ. അതെന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് ലേണിംഗ് ആണ്. നീ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ടീച്ചറൊന്നും പഠിപ്പിക്കാൻ ഇഷ്ടമല്ല, അതിവിടെ ഇല്ല. പകരം ഇവരൊരു റോഡ് മാപ്പ് വരും, അത് നീ ഫോളോ ചെയ്ത് പോകണം. പക്ഷേ ആ റോഡ് മാപ്പ് നീ സ്വന്തമായിട്ടാണ് പഠിക്കേണ്ട, ആ ബീം കേട്ടോ. അപ്പോൾ ഈ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് കുറച്ച് ഡിസിപ്ലിൻ വേണം. അപ്പോൾ ഇവർ ആദ്യം നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ ഉണ്ടാകാൻ നോക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫ്യൂമിഗേഷൻ പീരീഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് തരും. ആ ടെസ്റ്റിൽ തെളിയിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെ ഒരു 50% പേര് അത് തോക്കും, ഇവിടെ വരുന്ന ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ തോക്കുന്നവരെല്ലാം ഇവർക്കെതിരെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇടാൻ പോകണം. പ്ലസ് ഇവിടെ നിന്ന് കുറച്ച് ജേണി മുമ്പിലോട്ട് പോയിട്ട് സെൽഫ് ലേണിങ്ങിൽ കുറച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇവരും എന്ത് ചെയ്യും, ഇറങ്ങിയിട്ട് ഇവർക്കെതിരെ വളരെ തുച്ഛമായിട്ട് ഇവർക്കെതിരെ എന്ത് ചെയ്യും, ഇതുപോലെ നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് അവർക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരോട്. നീ അത് നോക്കണം. ഇപ്പോൾ ഞാൻ കാണിച്ച പ്ലേസ്മെൻറ്റ്സ് കണ്ടില്ലേ, അവിടെ നോക്ക്, ഹ്യൂജ് സക്സസ് ആണ് അവരെല്ലാ ഏരിയയിലും. അപ്പോൾ ഇതിൽ റോഡ് മാപ്പ് ഒരു 7 to 8 months കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി സ്കിൽഡ് ഇൻ ഇന്ത്യ. എടാ ഈ ഇൻ്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലല്ലേ, അപ്പോൾ ഇവിടെ അതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവരാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടെന്ന് മനസ്സിലാവും. അറിയാതെ എടാ അതൊരു വിഷയമില്ല. കാരണം ഉണ്ടല്ലോ, ഇവിടെ കോർപ്പറേറ്റിൽ മുമ്പ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ കമ്മ്യൂണിക്കേഷൻ ട്രെയിനേഴ്സ് ഉണ്ട്. ഇവർ നിങ്ങൾക്ക് വന്നിട്ട് ഡെയിലി 1 hour ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളിവിടെ വന്നിരിക്കും, നിങ്ങളിവിടെ വന്ന് സംസാരിക്കും. ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈഫ് ലോങ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്. സപ്പോസ് നിങ്ങൾ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളൊരു കമ്പനി കയറി, ആ കമ്പനിയിൽ കയറിയിട്ട് നിങ്ങളൊരു 2-3 years ആയി നിങ്ങൾ ഇറങ്ങി, ഇത് അടുത്ത കമ്പനി നോക്കണോ, പ്ലേസ്മെൻറ്റ് ടീം നിങ്ങൾക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്യും. അതിലും നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇങ്ങനെ അതിനെപ്പറ്റി പിന്നെ നിങ്ങൾ ബേജാറാവണ്ട, അത് നടക്കും അതിൻ്റെ കാര്യത്തിൽ. എടാ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് ശരിയാവും. കാരണം അവിടെ വന്ന് ഇരിക്കണവരെല്ലാം എന്താ, അവർക്കൊരു സ്കില്ല് പിടിച്ച് ജോബ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുന്നവരാണ്. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് കിട്ടും, നീ അവരെ പോലെ ആവും. നീ അവരുടെ കൂടെ ഇരുന്നുണ്ടാവും. ആ എൻവയോൺമെൻറ്റാണ് മെയിൻ, അത് നിന്നെ ഇവോൾവ് ആക്കും. നിങ്ങൾക്കൊരു പിയർ പ്രഷർ കിട്ടും അവിടെ നിന്ന്. നിങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ഫുൾ ടൈം അത്ര ഫോക്കസ്ഡ് ആയിരിക്കും. എന്തായാലും എനിക്കിപ്പോൾ 4 മണിക്ക് ബസ്സുണ്ട്, നമുക്ക് പോവാം, നമുക്ക് ഇറങ്ങാം, പിന്നെ നോക്കണ്ട. സർ മേ Okay, Hari. So, please introduce yourself, sir. Sir, my name is Hari. I am a Manstack developer. Tell me about your salary expectations. Sir, before I tell my expectation, could you please tell me the budget?
Okay, Harry, so let's discuss. I'm prepared. इंस्टीट्यूशन हो रहा है देन व्हाई ब्रोक क्या के दिन देश का सबसे बड़ा मुद्दा बन चुका है। इंडिया एम्प्लॉयमेंट रिपोर्ट 2024